ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗ്രിൽഡ് മട്ടൻ, ഇളം മട്ടൻ പീസ് നല്ല വലിയ പീസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ: നാരങ്ങ, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്. ആദ്യം പൊടികളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് നാരങ്ങ അങ്ങോട്ട് പിഴിയുക. അതിലോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. വരഞ്ഞെടുത്തിരിക്കുന്ന മട്ടനിലോട്ട് ഈ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഈ മസാല അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ഇതിനെ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത നമ്മുടെ മട്ടൻ ഇനി അടുത്തത് ഗസ്തീറിൽ പൊതിഞ്ഞിട്ട് കുക്കറിലോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഫുള്ള് പീസ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇനി ഗസ്തീർ വെച്ചിട്ട് അങ്ങോട്ട് പൊതിഞ്ഞെടുക്കുക. കുക്കറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തൊരു പാത്രം കമത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മളിനി ഇറച്ചി പൊതിഞ്ഞ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ഇറച്ചി ആദ്യം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് വെക്കുകയാണ്. നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. സെറ്റ്. നേരെ നമുക്ക് ഓവനിലോട്ട് കയറ്റാം. ഇനി നമുക്ക് നേരെ മട്ടനെ ഓവനിലോട്ട് ഇങ്ങനെ വെക്കാം. നമ്മുടെ മട്ടൻ്റെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സെറ്റായിട്ട് ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ എടുക്കാം. ആഹാ, എല്ലിന്നൊക്കെ ദേ ഇറച്ചി ഇങ്ങനെ മീറ്റ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മുടെ വാരിയെല്ലും ഒരു കുഞ്ഞിക്കാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആവി വിറക്കുന്നു, പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ചൂട് അടിപൊളിയായിട്ട് ഇത് വെന്തിട്ടുണ്ട് സാധനം. എന്താ നോക്കിയല്ല, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. എന്താ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടാൽ മതി, പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഇറച്ചി. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പർ സാധനം. മോനെ സൂപ്പർ. എങ്ങനെയുണ്ട്? സൂപ്പറാ സൂപ്പറാ. സൂപ്പർ. ഒരു നുള്ളിറച്ചി പോലും ഇല്ലാതെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.